ഞാനിപ്പോൾ ഉള്ളത് ഗുരുവായൂരാണ്. ഗുരുവായൂർ ക്ഷേത്രക്കുളമാണ് കാണുന്നത്. ഇത് നൈറ്റ് വേർഷനാണ്. ഒരു ദിവസം ഫുൾ ഡേ എനിക്ക് അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അവിടെ ഒരുപാട് നല്ല തിരക്കായിരുന്നു. അതുപോലെ തന്നെ ഡാൻസും പ്രോഗ്രാംസും ഒക്കെ ഉണ്ടായിരുന്നു. അതിന് റെഡിയായിട്ട് കുട്ടികൾ പോകുന്നതാണ് ഈ കാണുന്നത്. എല്ലാ ദിവസവും അവിടെ പ്രോഗ്രാംസും അരങ്ങേറ്റവും ഒക്കെ നടക്കാറുണ്ട്. നമ്മൾ പോയത് വിഷുവിൻ്റെ അടുത്ത ദിവസമാണ്, വിഷു കഴിഞ്ഞതിൻ്റെ അടുത്ത ദിവസം. അപ്പോൾ നല്ല തിരക്കും ഉണ്ടായിരുന്നു, ഒരുപാട് പ്രോഗ്രാംസും ഉണ്ടായിരുന്നു. ഇതാ പ്രോഗ്രാമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നന്നായിട്ട് തൊഴാൻ പറ്റി. ഒരുപാട് ക്യൂ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് ഇവിടെ ആ പുറത്തെ മരത്തിന് ചുറ്റും വിളക്ക് കത്തിക്കുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് ആ വിളക്ക് കത്തിക്കാനുള്ള ഭാഗ്യം കൂടി കിട്ടി. എല്ലാം കൊണ്ടും ഹാപ്പി ആയിരുന്നു. ക്യൂ എന്ന് പറഞ്ഞാൽ എനിക്ക് ഗുരുവായൂർ പോയിട്ട് മനസ്സിന് വിഷമം ഉണ്ടാക്കിയെന്ന് വെച്ചാൽ നേരം വെളുക്കുന്നത് മുതൽ ആൾക്കാർ അവിടെ ക്യൂ നിൽക്കുന്നുണ്ട്. പക്ഷേ ഉള്ളിലാണെങ്കിൽ അകത്ത് കയറുമ്പം വലിയ തിരക്കുമില്ല. മനഃപൂർവ്വം ക്യൂ ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട്, എന്താണെന്ന് വെച്ചാൽ ഗുരുവായൂർ ഭയങ്കര തിരക്കാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്യൂ ആയിട്ടാണ് എനിക്ക് ഫീലായത്. കാശുണ്ടെങ്കിൽ നമുക്ക് ഭഗവാനെ അകത്ത് കയറി സുഖമായിട്ട് കാണാൻ പറ്റും. കാശുള്ളവൻ കാത്തിരുന്ന് കാണണം. ആ കാത്തിരുന്ന് ദൈവത്തിനെ കാണുമ്പോൾ കിട്ടുന്ന പുണ്യത്തേക്കാൾ വേറെ വലുതൊന്നുമില്ല. എന്തായാലും ഈ കാശ് കൊടുത്തുള്ള ദർശനം അത്ര നല്ലതായിട്ട് എനിക്ക് ഫീൽ ആവുന്നില്ല. അത് നമ്മളെല്ലാവരും വിചാരിച്ചാൽ മാറ്റാവുന്നതേ ഉള്ളൂ. പക്ഷെ ആരും പ്രതികരിക്കില്ല. അപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം നന്നായിട്ട് കൃഷ്ണനെ കണ്ടു തൊഴുതു. അവിടെ നിന്ന് കുറച്ച് നേരം പിള്ളേരുടെ പ്രോഗ്രാംസൊക്കെ കുറച്ച് നേരം വാച്ച് ചെയ്തു. കുറച്ച് ഫോട്ടോസ് എടുത്തു, വീഡിയോസ് എടുത്തു. ഇതെല്ലാം കണ്ടതിന് ശേഷം പുറത്തിറങ്ങി കുറച്ച് പർച്ചേസ് മീൻസ് അവിടെ നിന്ന് കൃഷ്ണൻ്റെ വിഗ്രഹം വാങ്ങിച്ചു, മാല, വള, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ, അതെല്ലാം വാങ്ങിച്ചു. നേരെ നമ്മൾ റൂമിലേക്ക് പോയി. ഇതാണ് ഗുരുവായൂർ വിശേഷം. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നേക്കല്ലേ. ഇറ്റ്സ് മീ ദിവ്യ.